മാവ് കുഴയ്ക്കാതെയും പരത്താതെയും ഒരു ലിക്വിഡ് ഡോ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പറാഠയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് വളരെ എളുപ്പമാണെന്നുള്ളത് മാത്രമല്ല, മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് വെജിറ്റേറിയൻസിനും കഴിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും കട്ടകൾ അതിലുണ്ടാവാൻ പാടില്ല. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വലിയൊരു ലേഡിൽ മാവ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമുക്കതിനെ പാന് പിടിച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഹീറ്റിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മളിതിനെ ഫ്ലിപ്പ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ സോഫ്റ്റും ഡെലിക്കറ്റും ആയിരിക്കും. അങ്ങനെ നമ്മൾ ബ്രൗൺ സ്പോട്ട്സ്, നമ്മുടെ പറാഠയിൽ കാണുന്ന പോലത്തെ ബ്രൗൺ സ്പോട്ട്സ് 2 സൈഡിലും വരുന്നത് വരെ ഒരു 3-4 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പറാഠയ്ക്ക് യൂഷ്വലി ചെയ്യുന്ന പോലെ സ്പാച്ചുല വെച്ചിട്ട് ഇടയ്ക്കൊന്ന് അമർത്തി കൊടുക്കും കൂടി വേണം. ഇത്രയായി കഴിയുമ്പോഴേക്കും നമ്മുടെ അടിപൊളി പറാഠ ഇവിടെ ഇത്ര എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.